Hello friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഐ എം അശ്വിൻ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ മൊബൈൽ ഫോൺ, അതായത് Honor 9s മൊബൈലിൻ്റെ പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ മൊബൈൽ ഞാൻ ഒരാഴ്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ഒബ്സർവേഷനിൽ ഇതിൻ്റെ പ്ലസ് എന്താണ്, മൈനസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം. ആൻഡ് ഈ മൊബൈൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 6499 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഇറ്റ്സ് എ ബഡ്ജറ്റ് മൊബൈൽ ഫോൺ. രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആണ്, ഒന്ന് ബ്ലാക്ക് മറ്റൊന്ന് ബ്ലൂ. ഈ മൊബൈലിൻ്റെ പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഈ ബോക്സിനകത്തുള്ള അക്സസറീസ് ആൻഡ് ഈ മൊബൈലിൻ്റെ ഡിസൈനെ കുറിച്ച് ബ്രീഫായിട്ട് നമുക്ക് കാണാം. ഈ മൊബൈലിൻ്റെ കൂടെ വരുന്ന അക്സസറീസ് എന്താണെന്ന് നോക്കിയാൽ ഒരു ടിപ്പിക്കൽ TP കേസ്, പിന്നെ സിം എജക്ടർ ടൂൾ, ഇതിൻ്റെ വാറണ്ടി കാർഡ്, പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ട് ഗൈഡ് ആൻഡ് ഇതിൻ്റെ കൂടെ ചാർജർ. ഇത് നോർമൽ ചാർജറാണ്, ഫാസ്റ്റ് ചാർജർ അല്ല. പിന്നെ ഇതിൻ്റെ ചാർജിങ് കേബിൾ, ഇത് നോർമൽ മൈക്രോ USB കേബിളാണ്, ടൈപ്പ് C കേബിൾ അല്ല. ഇതാണ് മൊബൈലിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇതിൽ സ്ക്രീൻ ഗാർഡ് പ്രീ അപ്ലൈ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് വേറെ സ്ക്രീൻ ഗാർഡും അപ്ലൈ ചെയ്യാം. ഈ മൊബൈൽ റൈറ്റ് സൈഡ് നോക്കിയാൽ വോളിയം കൺട്രോൾ ആൻഡ് ലോക്ക് അൺലോക്ക് ബട്ടൺസ് തന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ ഇതിൽ സിം ട്രേ വരുന്നുണ്ട് ആൻഡ് ഇതിൽ ഡെഡിക്കേറ്റഡ് സിം സ്ലോട്ടാണ് ഡീഫാൾട്ടായിട്ട് വരുന്നത്. ഇതിൻ്റെ താഴെ നോക്കിയാൽ ചാർജിങ് സ്ലോട്ട് ആൻഡ് മൈക്രോഫോൺ തന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഹെഡ്ഫോൺ ജാക്ക് ഈ മൊബൈലിൻ്റെ ടോപ്പ് സൈഡാണ് തന്നേക്കുന്നത്. ആൻഡ് ഇതിൽ ഒറ്റ ക്യാമറ ഉള്ള അത് 8 MP ക്യാമറ ആണ്. സെൽഫി ക്യാമറ 5 MP ക്യാമറ ആണ്. ഇപ്പം നമ്മൾ ഈ മൊബൈൽ, അതായത് Honor 9ൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഓർ പ്ലസ് ആൻഡ് മൈനസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ പേപ്പറിൽ നോട്ട്സ് എടുത്തിട്ടുണ്ട്, ഏതൊക്കെയാണ് പ്ലസ് ഏതൊക്കെ മൈനസ് എന്ന്. ആദ്യം നമ്മൾ പ്ലസ് എന്താണെന്ന് നോക്കാം. സോ എനിക്ക് ഇഷ്ടപ്പെട്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വെയിറ്റ്. ഇത് ചെറിയ ഫോണാണ്, ഇതിൽ 5.45 ഇഞ്ച് സ്ക്രീനാണ് തന്നിരിക്കുന്നത്. ആൻഡ് ഇത് നമ്മൾ കൈ പിടിക്കാൻ വളരെ കംഫർട്ടാണ്, അത്ര വെയിറ്റ് ഒന്നും ഇല്ല. ആൻഡ് അത്രയും പെട്ടെന്ന് താഴെ തെന്നി പോത്തും ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഡിസ്പ്ലേ ചെറിയ ഫോണാണ്, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 5.45 ഇഞ്ച് സ്ക്രീനാണ് തന്നിരിക്കുന്നത്. ആൻഡ് ഇതിൽ IPS LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 720 പിക്സൽ സ്ക്രീൻ റെസൊല്യൂഷനും തന്നിട്ടുണ്ട്. ആൻഡ് ഈ പ്രൈസ് റേഞ്ചിന് ഡിസ്പ്ലേ ഈസ് റിയലി ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ട മൂന്നാമത് വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. ഈ മൊബൈലിൽ ഒരു ഡോൾബി സ്പീക്കേഴ്സോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് സ്പീക്കേഴ്സ് ഒന്നും തന്നെ അവർ തന്നിട്ടില്ല. സ്പീക്കേഴ്സ് ഇവിടെയാണ് ഈ മൊബൈലിൻ്റെ. ആൻഡ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി വളരെ നന്നായിട്ട് ഉണ്ട്. ഞാനിപ്പോൾ മ്യൂസിക് പ്ലേ ചെയ്യാം. നല്ല വോള്യൂമും ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ഇതിന് 3020 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതൊരു ഹെവി യൂസേഴ്സിന് പറ്റിയ മൊബൈലല്ല. ബട്ട് നോർമൽ യൂസേഴ്സ് വൺസ് ചാർജ് ചെയ്താൽ ഒരു ദിവസം മുഴുവൻ ഈ മൊബൈൽ ഒരു കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാം. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാമറ. ഇതിൻ്റെ ബാക്കിൽ ഒറ്റ ക്യാമറ കൊടുത്തിട്ടുള്ളൂ, ഡ്യുവൽ ക്യാമറ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒന്നും തന്നെ ഇല്ല. ഒരു 8 MP ക്യാമറ ആണ് തന്നേക്കുന്നത്. ഇതിൽ ഓട്ടോ ഫോക്കസ് ഓപ്ഷൻ ഉണ്ട്, HDR ഓപ്ഷൻ ഉണ്ട്, പനോറമ ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഈ പ്രൈസ് റേഞ്ചിന് ഇത് നല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വിഷയം എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡെഡിക്കേറ്റഡ് സ്ലോട്ട് ഓപ്ഷൻ. അതായത് നിങ്ങൾ അറ്റ് എ ടൈം 2 സിം കാർഡും ഒരു മൊബൈൽ കാർഡും ഒരു മെമ്മറി കാർഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഇപ്പം മിക്കവാറും മൊബൈലിൽ വരുന്ന ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. അതായത് നിങ്ങൾ അറ്റ് എ ടൈം ഒരു സിം അല്ലത് ഒരു സിം ആർ ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 സിം കാർഡ് യൂസ് ചെയ്യാം. ബട്ട് ഈ മൊബൈൽ നിങ്ങൾ അറ്റ് എ ടൈം 2 സിം കാർഡ് പ്ലസ് ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യാം. ആ ഓപ്ഷനും ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് റിയലി എ ഗുഡ് ഓപ്ഷൻ ഫോർ ദിസ് പ്രൈസ് റേഞ്ച്. ഇപ്പം നമ്മൾ ഈ മൊബൈലിൻ്റെ കോൺസ് ആർ മൈനസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് ഇഷ്ടപ്പെടാത്ത 4 കാര്യങ്ങളെ കുറിച്ച് പേപ്പറിൽ നോട്ട്സ് എടുത്തിട്ടുണ്ട്. സോ എനിക്ക് ഇഷ്ടപ്പെടാത്ത ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൊബൈലിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇല്ല. ബട്ട് അതിന് പകരം അവർ ഫേസ് അൺലോക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ബട്ട് ഫേസ് അൺലോക്ക് ഓപ്ഷൻ അത്ര ഫാസ്റ്റ് അല്ല. ആൻഡ് രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇല്ല. ആൻഡ് നിങ്ങൾക്ക് യൂട്യൂബ് കിട്ടത്തില്ല, ഗൂഗിൾ അക്കൗണ്ട് സർവീസ് ഒന്നും തന്നെ കിട്ടത്തില്ല. നിങ്ങൾക്ക് ആപ്സ് ഗെയിംസ് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ആപ്പ് ഗാലറി പെട്രോൾ സെർച്ച് എന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ള എല്ലാ ആപ്സും ഇതിൻ്റെ അകത്ത് കാണത്തില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ. ഇതിൽ 5 MP ഫ്രണ്ട് ക്യാമറ ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ഫ്രണ്ട് ക്യാമറ വളരെ ആവറേജ് ആണ്. അതിന് ഇഷ്ടപ്പെടാത്ത നാലാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബഡ്ജറ്റ് മൊബൈൽ ഫോണാണ്. ആൻഡ് ഹെവി ഗെയിംസ് ഈ മൊബൈലിനകത്ത് കളിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഹെവി ഗെയിമേഴ്സ് ആണെങ്കിൽ ഈ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് പറ്റിയ മൊബൈൽ അല്ല. ആൻഡ് ഇതൊരു ബഡ്ജറ്റ് മൊബൈലാണ്. ബട്ട് 6499 രൂപയ്ക്ക് ദിസ് ഈസ് ഡെഫിനറ്റ്ലി എ വാല്യൂ ഫോർ മണി മൊബൈൽ ഫോൺ.
ദാറ്റ്സ് ഇറ്റ് ഫ്രണ്ട്സ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഓണർ 9s പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് മറ്റൊരു വീഡിയോ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനലിൻ്റെ ഗ്രോത്തിന് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. സോ പ്ലീസ് സപ്പോർട്ട് ദി ചാനൽ ആൻഡ് മറക്കാതെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം, ടേക്ക് കെയർ ഫ്രണ്ട്സ്.